അമ്മ എന്താണ് നമ്മുടെ പരിപാടി? നമുക്കൊരു കുറച്ച് ബിരിയാണി, ആമ്പൂർ ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ട്. ആമ്പൂർ അല്ലേ? ആമ്പൂർ ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. രേവതി കുറേ ദിവസമുണ്ട് അമ്മ ബിരിയാണി വെക്കുകയും പറയുന്നു. തന്നെ? അപ്പൊ നമുക്ക് ഇന്നാ ഒന്ന് വെക്കല്ലേ? അപ്പൊ അതാ അമ്മ അരി കഴുകി വെള്ളത്തിലിടാൻ പോകണേ. അപ്പൊ 1 കിലോ അരിയെ വാങ്ങിപ്പോ. 1 കിലോ അരി. അപ്പൊ അത് കഴുകി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ വെള്ളം കുതിരല്ലേ? ചിക്കനൊക്കെ അതാ കഴുകി വാരി വെച്ചു. സവാള അതാ അമ്മ നേരാക്കി. ഇതാ ഇഞ്ചി ശരിയായിക്കൊണ്ടിരിക്കണോ? അപ്പോൾ നമ്മൾ റോസ് കൈമ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിൽ അമ്മ അളന്നെടുത്തു. ഇനി ഒന്ന് കഴുകി വെള്ളത്തിൽ വെക്കണം അല്ലേ അമ്മ? അപ്പോൾ നമുക്ക് അമ്മ വെള്ളത്തിട്ട് വെച്ചോളി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. അമ്മ എന്താ നമ്മുടെ ആമ്പൂർ ബിരിയാണി പരിപാടി തുടങ്ങണു? അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം റെഡിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ. സാധനങ്ങൾ നിൽക്കട്ടെ. എന്തൊക്കെയൊക്കെ അമ്മ? പട്ട, ഏലക്കായ, ഗ്രാമ്പു, പെരുംജീരകം, ബേ ലീഫ്, തർക്കോലം, കൽപ്പാസി. ഈ കൽപ്പാസിയാണ് ഈ ബിരിയാണിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. കാരണം അതിൻ്റെ ഒരു മണമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ അമ്മ? അത് നല്ലൊരു ഫ്ലേവറാണ്. അത് ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അത്. അപ്പോൾ അത് എന്തായാലും ഇത് ഉണ്ടാക്കുന്നവർ ആ ഒരു കൽപ്പാസി ഇടാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ചട്ടിയിൽ സൺഫ്ലവർ ഓയിലമ്മ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അമ്മ? സബോള അരിഞ്ഞു വെച്ചത്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി 3 കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇതും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകണു അമ്മ അതെല്ലാം ഇട്ട് കൊടുക്കണം. ഈ കരിപ്പാസി എണ്ണയിലിട്ടൊന്നും വാടുമ്പോൾ നല്ലൊരു മണം വരും. അതാണ് ഈ ബിരിയാണിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല മണം ഉണ്ടാവും. സബോള ഇട്ട് കൊടുക്കണം. ഇതിന് ഒരുപാട് സബോളയൊന്നും ഒരുപാട് വേണ്ടല്ലമ്മ? കുറച്ച് മതി. മറ്റു ബിരിയാണി പോലെയൊന്നും ഒരുപാട് സബോളയൊന്നും ഒരുപാട് ചേരുവയൊന്നും ഇതിന് ആവശ്യമില്ല. ഈ സബോളയൊക്കെ നല്ലപോലെ വാടി വരട്ടെ അല്ലേ? സബോളയൊക്കെ വാടിയില്ലമ്മ? തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വാടുമ്പോൾ നല്ലൊരു മണമാണ് അല്ലേ അമ്മ? അമ്മ നമ്മളിത് എത്ര ഉണ്ടാക്കണം? അളവൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മ. 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി. 1.25 കിലോ ഇറച്ചി. അപ്പൊ നമ്മൾ ഈ 1 കിലോ അരിക്ക് ഒരു കുറച്ചെങ്കിലും ഇറച്ചി കൂടിയതാണ് ആ ചോറ് ഒരു നല്ല ടേസ്റ്റും മണവും എല്ലാം കിട്ടുള്ളൂ. ഇറച്ചി കൂടണം, അല്ലെങ്കിൽ ഒപ്പമെങ്കിലും വേണം. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ അരിനേക്കാളും ഇപ്പോൾ ഇറച്ചി കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇറച്ചിക്ക് നല്ലൊരു അല്ലെങ്കിൽ ചോറിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് കുറച്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അളവ് കറക്റ്റ് അറിയുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇന്ന് 1 കിലോനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അല്ലേ അമ്മ? ഇനി അപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ അമ്മ ഇടാൻ പോകുന്നു. പൊടികൾ അല്ലേ? എന്തൊക്കെ പൊടികളമ്മ? ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ഇത്ര ചേരുവയിൽ ചേർത്തുള്ളൂ, വേറെ ഒരുപാട് ചേരുവയൊന്നും ഇല്ല അല്ലേ അമ്മ? അമ്മ ഇട്ട് കൊടുത്തോളെ.
പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മസാലയൊക്കെ പച്ചമണം മാറിയില്ലേ മാ? കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരാണ് ഇതിന്റെ ഒരു പുളിന്റെ ഒരു പ്രധാനം അല്ലേ? കുറച്ച് തൈര് ഒഴിച്ചു. ഏകദേശം ഒരു 1/4 ലിറ്റർ ഒഴിച്ചിട്ടുണ്ടാവും ഇല്ലേ മാ? ഒരു 1/4 ലിറ്റർ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുളിക്ക് പ്രധാനമായിട്ടും തൈരാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഗ്രേവിയെല്ലാം നല്ല സെറ്റായി. അപ്പോൾ അമ്മ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കും. മല്ലിയിലും പുതിനയൊക്കെ ചെറുതാക്കി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലും പുതിനയൊക്കെ ചേർക്കുന്നത് അത്യാവശ്യം അളവ് കൂടുതൽ ചേർക്കണം, എന്നാലാണ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. കുറച്ച് കറുവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കണം. ഗ്രേവിയൊക്കെ നല്ല സെറ്റായി. അപ്പം അമ്മ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ അല്ലേ? ചിക്കൻ ഇനി ഈ ഗ്രേവിയിൽ എണ്ണയിലും കിടന്ന് ഒന്ന് വെന്ത് വരണല്ലേ അമ്മ? ഒന്ന് വെന്ത് വരണം. ചിക്കനൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ടല്ലോ അമ്മ? സെറ്റായി. അമ്മ ദാ വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കാൻ പോവാണല്ലേ? അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഏത് പാത്രം കൊണ്ടാണോ അരി അളന്ന് ആ പാത്രത്തിൻ്റെ 1.25 ഒരു പാത്രവും ഒരു 1/4 പാത്രവും വെള്ളം ഒഴിക്കണം. അതാണ് ഈ ബിരിയാണിക്കുള്ള ഒരളവ് അല്ലേ അമ്മ? അപ്പോൾ ഓരോ ബിരിയാണി വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാത്രം ആയിരിക്കും, 1.5 പാത്രമായിരിക്കും വെള്ളം. അപ്പോൾ ഇതിന് ഒരു 1.25 ഒഴിക്കണം. കാരണം ഇത് ഇത്തിരി നല്ലപോലെ വെന്തും കിട്ടണം, എന്നാലാണ് ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലേ അമ്മ? അപ്പോൾ അതാ അമ്മ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ നേരത്തെ ഒരു പാത്രത്തെ അളന്നിട്ടുണ്ടായിരുന്നു അരി, അതിൻ്റെ 1.25 വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കണം അല്ലേ? ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുക. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി പുളി പോരെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ ഒഴിക്കുക അല്ലേ അമ്മ? എല്ലാവർക്കും ഉപ്പും പുളിപ്പും അത്ര വേണമെന്നില്ലെങ്കിൽ ഒരാവശ്യത്തിന് ചേർത്തിയാൽ മതി. തൈരിപ്പം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ആവശ്യത്തിന് പുളി വന്നിട്ടുണ്ടാവും. ഇനി പുളി കുറവുള്ള തൈരാണെങ്കിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് നമുക്കൊന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പം അടച്ച് വെക്കാം അല്ലേ അമ്മ? വെള്ളമൊക്കെ തിളച്ചൂലമ്മ? അരിയിട്ട് കൊടുക്കാം അല്ലേ? അരിയിട്ട് കൊടുക്കണോ? തിളക്കട്ടെ അല്ലേ അമ്മ? അമ്മ അപ്പോൾ ഇതിൽ 1 കിലോ അരിക്ക് 100 ഓയിലും 50 ഗ്രാം നെയ്യാണ് ചേർക്കുന്നത്. 50 ഗ്രാം നെയ്യ് അല്ലേ? അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കണക്ക്. പിന്നെ പൊടികളൊക്കെ ഒരു അവനവൻ്റെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് ഇട്ടോട്ടോ അല്ലേ? അളവിനിടുക. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ
ഓയിൽ ഒരു 100 ഗ്രാം ഒഴിക്കുക, നെയ്യ് ഒരു 50. 1 കിലോ അരിക്ക്. ഇപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരി റോസ് കൈമയാണ്. അതാണ് ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് അരി. ഇനിയിപ്പോൾ എല്ലാവർക്കും ഏതാണ് അരിയാണ് കിട്ടുന്നത് പറഞ്ഞാൽ ആ അരി വെച്ച് ഉണ്ടാക്കുക. ഓയിലിൻ്റെ നെയ്യിൻ്റെ അളവ് ഈ ഒരു ലെവലിൽ ചേർക്കുക അല്ലേ മാ? എന്നാലാണ് നന്നായിരിക്കുള്ളൂ. വെള്ളമൊക്കെ വറ്റി വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവസാനം നെയ്യ് ഒഴിച്ചു കൊടുക്കുള്ളൂ അല്ലേ മാ? അവസാനം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനത്തെ നിൽക്കും. വെള്ളമൊക്കെ പറ്റിയില്ലമ്മാ. നെയ്യ് ഒഴിച്ചു കൊടുക്കണം മോനെ. നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ. വെള്ളമൊക്കെ വറ്റിയില്ലമ്മാ. വറ്റി. അപ്പം അമ്മ ഒരു ദോശക്കല്ല് അടുപ്പി വെച്ചിട്ട് മേലെ പാത്രം കയറ്റി വെച്ചു. അപ്പോൾ ദോശക്കല്ല് അടുപ്പി വയ്ക്കുമ്പോൾ എന്താ ഗുണം? അപ്പോൾ അത് ചൂടായിട്ടല്ലേ ഇതിലേക്ക് തട്ടുകയുള്ളൂ. അപ്പോൾ അത് അടിപ്പിടിക്കില്ല. ഒരു ദമ്മ് കിട്ടും അല്ലേ? ഒരു ദമ്മും കിട്ടും, വേഗം ദമ്മായി കിട്ടും. വിറകപ്പോൾ ഒരുപാട് കത്തിക്കൊന്നും വേണ്ട. ആ അടുപ്പിൻ്റെ ആ കനലിനെ ആ ഒരു ചൂട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ വേണ്ടമ്മ? അരമണിക്കൂർ അല്ലേ? എന്നിട്ട് നമുക്ക് ബിരിയാണി പൊട്ടിക്കാം അല്ലേ? അപ്പം അമ്മൻ്റെ ബിരിയാണി കാശ് റെഡിയായി. ഏകദേശം അരമണിക്കൂർ ആയില്ലമ്മാ? അപ്പോൾ പൊട്ടിക്കാൻ പോകുന്ന ചോറ് വെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായിട്ടുണ്ട്, റെഡിയായി. മല്ലിയിലയും പുതിയനയും കുറച്ചിട്ട് കൊടുക്കണം. മല്ലിയിട്ട് കൊടുക്കണം. അമ്മീത പൊട്ടിക്കാൻ പോകണം. അടിപൊളി വന്നിട്ടല്ലമ്മാ? അപ്പം അമ്മൻ്റെ ബിരിയാണിയൊക്കെ ഇതാ സെറ്റായി, റെഡിയായി, അടിപൊളിയായി, സൂപ്പറായി വന്നിട്ടുണ്ട് അല്ലേമ്മാ? അപ്പോൾ എൻ്റെ മക്കളും അമ്മ എങ്ങനെയാണ് ചെയ്തു പറഞ്ഞാൽ അന്ന പോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞാൽ അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. 1 കിലോ അരിൻ്റെയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്, കൂടുതലല്ല. അപ്പോൾ എല്ലാവരും അമ്മ ഉണ്ടാക്കിയ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക അല്ലേ അമ്മ? അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.